Impex food processor, your new sauce chef. ഇതാണ് നമ്മുടെ ഫുഡ് പ്രോസസർ. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതെല്ലാമാണ് നമ്മുടെ ബോക്സിലുള്ള ഐറ്റംസ്. ആദ്യമായി നമുക്ക് ഗിയർ ബോക്സ് പരിചയപ്പെടാം. ഇതിന്റെ താഴെയായി കറക്റ്റ് ഫിറ്റിങ്ങിന് വേണ്ടി ഒരു റബ്ബർ റിംഗ് കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയി ഒരു റിംഗ് കൂടി ബോക്സിൽ ലഭിക്കുന്നുണ്ട്. ഇനി സ്പിൻഡിൽ പരിചയപ്പെടാം. ഇത് ഗിയർ ബോക്സിന്റെ മുകളിലായി വെക്കാനുള്ളതാണ്. ഇതാണ് മാസ്റ്റർ ബൗൾ. ഇതിലാണ് ഫുഡ് ഐറ്റംസ് കളക്ട് ചെയ്യുന്നത്. ഇത് മാസ്റ്റർ ബൗളിന്റെ ലിഡ് ആണ്. ഇതിൽ ഒരു പുഷർ കൂടി വരുന്നുണ്ട്. ഇതാണ് ബ്ലേഡ് ഹോൾഡർ. ഇതിന്റെ കൂടെ 4 ബ്ലേഡുകൾ വരുന്നുണ്ട്. സ്ലൈസർ ബ്ലേഡ്, ജുലിനി ബ്ലേഡ്, ഫിംഗർ ചിപ്സ് ബ്ലേഡ് ആൻഡ് ഷ്രെഡർ ബ്ലേഡ്. ഇനി സ്പെഷ്യൽ അറ്റാച്ച്മെന്റുകളെ പരിചയപ്പെടാം. 3 സ്പെഷ്യൽ അറ്റാച്ച്മെന്റുകളാണ് ബോക്സിലുള്ളത്. ആട്ട നീഡിംഗ് ബ്ലേഡ്, ചോപ്പർ ബ്ലേഡ് ആൻഡ് വിപ്പിംഗ് ഡിസ്ക്. ഇവയെല്ലാം സ്പിൻഡിലേക്ക് ഘടിപ്പിക്കുന്നതിന് ഈ സ്പിൻഡിൽ അഡാപ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. ആട്ട നീഡിംഗ് ചെയ്യുന്ന സമയത്ത് ധാന്യപ്പൊടിയും വെള്ളവും അളക്കാൻ ഈ കപ്പ് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ വിശദ വിവരങ്ങൾക്കായി ഒരു യൂസർ മാനുവൽ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡ് പ്രോസസറിന്റെ ബേസിക് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഗിയർ ബോക്സ് കയ്യിലെടുക്കുക. കപ്ലർ തിരിയുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം ഗിയർ ബോക്സ് മിക്സർ ഗ്രൈൻഡറിലേക്ക് വെച്ച് വലത്തോട്ട് തിരിച്ച് ലോക്ക് ചെയ്യുക. ഇനി സ്പിൻഡിൽ എടുത്ത് ഗിയർ ബോക്സിന് മുകളിലേക്ക് വെക്കുക. ശേഷം മാസ്റ്റർ ബൗൾ എടുത്ത് ലോക്ക് എന്നെഴുതിയ ഈ 2 സ്റ്റിക്കറുകളും ഒരുപോലെ വരുന്ന രീതിയിൽ ഗിയർ ബോക്സിലേക്ക് വെക്കുക. വലത്തോട്ട് തിരിച്ച് ലോക്ക് ചെയ്യുക. തന്നിരിക്കുന്ന ഈ 4 ബ്ലേഡുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ബ്ലേഡ് എടുത്ത് ബ്ലേഡ് ഹോൾഡറിലേക്ക് വെക്കുക. 2 വിരലുകൾ ഉപയോഗിച്ച് അമർത്തി ലോക്ക് ചെയ്യുക. ശേഷം ഈ 2 ഹോളിലൂടെ പിടിച്ച് സ്പിൻഡിലേക്ക് വെക്കുക. മാസ്റ്റർ ബൗൾ ലിഡ് എടുത്ത് ലാർജ് ഫീഡർ ഹാൻഡിലിന് നേരെ വരുന്ന രീതിയിൽ വെക്കുക. വലത്തോട്ട് തിരിച്ച് ലോക്ക് ചെയ്യുക. പുഷർ എടുത്ത് ആവശ്യമുള്ള പച്ചക്കറികൾ ഫീഡറിലേക്ക് ഇടുക. പുഷർ വെച്ചതിന് ശേഷം മിക്സർ ഗ്രൈൻഡർ സ്പീഡ് 1-ൽ ഓൺ ചെയ്യുക. മിക്സർ ഗ്രൈൻഡർ ഓഫ് ചെയ്യുന്നതിനോടൊപ്പം പ്ലഗ് കൂടി ഓഫ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. മാസ്റ്റർ ബൗൾ ലിഡ് ഇടത്തോട്ട് തിരിച്ച് പുറത്തെടുക്കുക. ബ്ലേഡ് ഹോൾഡർ പുറത്തെടുത്ത് തിരിച്ചു പിടിച്ചതിനു ശേഷം 2 വിരലുകൾ ഉപയോഗിച്ച് അമർത്തി ബ്ലേഡ് പുറത്തെടുക്കുക. ഗിയർ ബോക്സ് പിടിച്ചതിനു ശേഷം മാസ്റ്റർ ബൗൾ ഇടത്തോട്ട് തിരിച്ച് പുറത്തെടുക്കുക. സ്പിൻഡിൽ എടുത്തു മാറ്റുക. ഗിയർ ബോക്സ് ഇടത്തോട്ട് തിരിച്ച് പുറത്തെടുത്ത് വെക്കുക. ചോപ്പിംഗ് ബ്ലേഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ചോപ്പിംഗ് ബ്ലേഡ് എടുത്ത് സ്പിൻഡിൽ അഡാപ്റ്ററിലേക്ക് ഘടിപ്പിക്കുക. പതിയെ അമർത്തി ഈ ഭാഗം ലോക്കായി എന്ന് ഉറപ്പുവരുത്തുക. ഫിംഗർ പ്രൊട്ടക്ഷൻ ക്യാപ്പ് എടുത്തു മാറ്റുക. ഇനി ഇത് നമുക്ക് സ്പിൻഡിലേക്ക് വെക്കാം. ആവശ്യമുള്ള പച്ചക്കറികൾ ബൗളിന് പാകമാകുന്ന രീതിയിൽ ചെറുതാക്കി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. മാസ്റ്റർ ബൗൾ ലിഡ് ലോക്ക് ചെയ്യുക. ആട്ട നീഡിംഗ് ബ്ലേഡ് ഉപയോഗിക്കുന്ന വിധം മനസ്സിലാക്കാം. ആട്ട നീഡിംഗ് ബ്ലേഡ് എടുത്ത് സ്പിൻഡിലേക്ക് വെച്ച് ലോക്ക് ചെയ്യുക. അല്പം ഓയിൽ എടുത്ത് ബൗളിന്റെ ഉൾവശങ്ങളിലും ബ്ലേഡിലും അഡാപ്റ്ററിലും തേച്ച് പിടിപ്പിക്കുക. ആട്ട കുഴയ്ക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. ഇനി അഡാപ്റ്റർ സ്പിൻഡിലേക്ക് ഇറക്കി വെക്കുക.
ആവശ്യത്തിനുള്ള ധാന്യപ്പൊടി മെഷറിംഗ് കപ്പിൽ അളന്ന് ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി മാസ്റ്റർ ബൗൾ ലിഡ് എടുത്ത് ലോക്ക് ചെയ്യാം. പുഷർ എടുത്തു മാറ്റിയ ശേഷം ഫീഡർ അടച്ചു പിടിച്ച് മിക്സർ ഗ്രൈൻഡർ ഓൺ ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളമെടുത്ത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റിനുള്ളിൽ ആട്ട കുഴഞ്ഞു കിട്ടുന്നതായിരിക്കും. അടുത്തതായി വിപ്പിംഗ് ഡിസ്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. വിപ്പിംഗ് ഡിസ്ക് എടുത്ത് അഡാപ്റ്ററിലേക്ക് വെച്ചതിന് ശേഷം പതിയെ അമർത്തുക. ഈ ഭാഗം ലോക്കായി എന്ന് ഉറപ്പുവരുത്താം. അഡാപ്റ്റർ എടുത്ത് സ്പിൻഡിലേക്ക് ഇറക്കി വെക്കുക. ഇനി വിപ്പിംഗ് ക്രീം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാസ്റ്റർ ബൗൾ ലിഡ് എടുത്ത് ലോക്ക് ചെയ്യുക. മിക്സർ ഗ്രൈൻഡർ ഓൺ ചെയ്ത് നിമിഷങ്ങൾക്കകം വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. വിപ്പിംഗ് ഡിസ്ക് ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ലസ്സിയും തയ്യാറാക്കാവുന്നതാണ്. ഫുഡ് പ്രോസസർ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഉപയോഗശേഷം ചോപ്പർ ബ്ലേഡിൽ ഫിംഗർ പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഇട്ടുവെക്കുക. ഫുഡ് പ്രോസസർ ഉപയോഗിക്കുന്ന സമയത്ത് ഫീഡറിലേക്ക് വിരലുകളോ സ്പൂൺ പോലുള്ള വസ്തുക്കളോ ഇടരുത്. ബ്ലേഡുകളിലെ മൂർച്ചയുള്ള ഭാഗങ്ങളിൽ തൊടാതിരിക്കുക. ബ്ലേഡ് വൃത്തിയാക്കാൻ ടാപ്പ് വാട്ടർ ഉപയോഗിക്കാം. ഗിയർ ബോക്സ് വെള്ളത്തിൽ മുക്കി കഴുകരുത്. അഴുക്കെല്ലാം തുണി ഉപയോഗിച്ച് തുടച്ചു കളയാം. ഫുഡ് പ്രോസസറിന്റെ ശരിയായ ഉപയോഗത്തിന് മിക്സർ ഗ്രൈൻഡർ സ്പീഡ് 1-ൽ മാത്രം ഉപയോഗിക്കുക. Impex, innovate your life.